ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ജീവിതത്തിൽ വിജയിച്ച ഏതൊരു വ്യക്തിയെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവർക്കൊക്കെ വളരെ പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സെൽഫ് ടോക്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന സംസാരം എന്ന് പറയുന്നത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലും അവരെ മുൻപോട്ട് പോകാൻ നയിക്കുന്ന രീതിയിലുമായിരിക്കും. അവനവനെ തന്നെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയ വ്യക്തി സെൽഫ് ടോക്ക് നടത്താറില്ല. എന്നാൽ ഭൂരിപക്ഷം ആളുകളും സെൽഫ് ടോക്ക് നെഗറ്റീവായ രീതിയിൽ നടത്തുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധ്യം പോലും പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സെൽഫ് ടോക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്കുള്ളിൽ നിന്നും കേൾക്കുന്ന ആ ഒരു വോയിസ്, അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സെൽഫ് ടോക്കുകളും അതിനെ മാറ്റി പകരമായി എന്ത് പറയണമെന്നുമാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് നമ്മൾ തെറ്റായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സെൽഫ് ടോക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1, ഐ വാസ് സോ ഡംബ്. ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായി പോയല്ലോ, അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് ഞാനൊരു പൊട്ടനായി പോയല്ലോ, അല്ലെങ്കിൽ ഞാനൊരു മണ്ടനായി പോയല്ലോ. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും പലപ്പോഴും അബദ്ധങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ പറയുന്നത്. ഇത്തരത്തിലുള്ള സെൽഫ് ടോക്ക് പറയുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റേണ്ടത് അനിവാര്യമാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇടയ്ക്കിടെയായിട്ട് നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ ഒന്നിനും കൊള്ളാത്തതാണെന്ന് നമ്മൾ തന്നെ പറഞ്ഞാൽ, മറ്റുള്ള ആളുകൾ പറയുന്നതല്ല, നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായി മാറ്റാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് ഐ വാസ് സോ ഡംബ്, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നും എന്നെ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണെന്നും പറയുന്നതിന് പകരമായി ഐ ഹാവ് ഡൺ എ മിസ്റ്റേക്ക്, ഞാനൊരു തെറ്റ് കാണിച്ചു, എനിക്കൊരു തെറ്റ് പറ്റി എന്ന് അംഗീകരിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാവുക. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന വഴി, ഇത് അംഗീകരിക്കുന്ന വഴി നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് അടുത്ത തവണ ആ സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനും അതിനെ അതിജീവിക്കാനും ഒക്കെ സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഐ വാസ് സോ ഡംബ് എന്ന് പറയുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ മാറ്റി ഐ ഹാവ് ഡൺ എ മിസ്റ്റേക്ക്, ഞാനൊരു തെറ്റ് കാണിച്ചു എന്ന് ധൈര്യത്തോടു കൂടി പറയാൻ തന്നെ തയ്യാറാവുക. 2, നോ വൺ ലൈക്സ് മീ. ആർക്കും എന്നെ ഇഷ്ടമല്ല, ഒരു വ്യക്തിക്കും എന്നോട് താല്പര്യമില്ല, എല്ലാ വ്യക്തികളും ഒരു താല്പര്യമില്ലാതെയാണ് എന്നോട് പെരുമാറുന്നത്. ഇങ്ങനെ നോ വൺ ലൈക്സ് മീ എന്നുള്ളൊരു സെൽഫ് ടോക്ക് ആണ് ഉള്ളതെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യണം. കാരണം എന്താ, നോ വൺ ലൈക്സ് മീ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആരൊക്കെ എത്ര കണ്ട് നിങ്ങളെ ലൈക്ക് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമുള്ളതായി തോന്നില്ല. വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പെരുമാറുമ്പോഴും അത് സ്നേഹമായി നിങ്ങൾക്ക് അംഗീകരിക്കാനോ സ്നേഹമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനോ കഴിയില്ല. നോ വൺ ലൈക്സ് മീ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ അത് സെൽഫ് ടോക്കായി ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും കൂട്ടുകാർക്കിടയിലോ ഏതെങ്കിലും ബന്ധുക്കളുടെ ഇടയിലോ പോകുമ്പോൾ അവരെന്തെങ്കിലും പറയുന്ന സമയത്ത് എന്നെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ശീലം മാറ്റണം. നോ വൺ ലൈക്സ് മീ എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിയിട്ട് അതിന് പകരമായി അത്തരത്തിലുള്ള സെൽഫ് ടോക്കുകൾ കൊടുക്കാതെ അതിനെ മാറ്റിയിട്ട് അതിന് പകരമായി നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്, ആളുകൾക്ക് എൻ്റെ ഏതോ ഒരു സ്വഭാവം ഇഷ്ടമല്ല, ആളുകൾക്ക് എൻ്റെ ഏതോ ഒരു സ്വഭാവം ഇഷ്ടമല്ല. ഇങ്ങനെ ചിന്തിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ, ഇങ്ങനെ സെൽഫ് ടോക്ക് നടത്തിയാൽ നമ്മുടെ ആ സ്വഭാവത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ആ സ്വഭാവത്തെ മാറ്റാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ സിറ്റുവേഷൻ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. സെൽഫ് ടോക്ക് നടത്തുന്ന സമയത്ത് നമ്മുടെ ആ സ്വഭാവത്തെയാണ് ഇഷ്ടപ്പെടാത്തതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, അങ്ങനെ സെൽഫ് ടോക്ക് നടത്താൻ തയ്യാറായാൽ നമുക്കതിനെ കവർ ചെയ്തു പോകാൻ സാധിക്കും. അതേസമയം ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം സഹായിക്കുന്ന ഒരു കാര്യമായി മാറും. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മുടെ സെൽഫ് ടോക്കിലെ നോ വൺ ലൈക്സ് മീ എന്നുള്ള ആ ഒരു സെൽഫ് ടോക്ക് എടുത്ത് മാറ്റി അതിന് പകരമായി എൻ്റെ ഏതോ ഒരു സ്വഭാവം ആളുകൾക്ക് ഇഷ്ടമല്ല, ആ സ്വഭാവം എനിക്ക് മാറ്റണം എന്ന് ചിന്തിക്കാൻ തയ്യാറാവുക. 3, ഐ എം എ ബാഡ് പേഴ്സൺ. ഞാനൊരു മോശം വ്യക്തിയാണ്, ഞാനൊരു മോശം മനുഷ്യനാണ്. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ സെൽഫ് ടോക്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ മാത്രമേ സഹായകരമാവുള്ളൂ. കാര്യം ഇടയ്ക്കിടെ ഞാനൊരു ബാഡ് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഇങ്ങനെ സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പൂർണ്ണ ശ്രദ്ധയോടുകൂടിയോ പൂർണ്ണമായ കമ്മിറ്റ്മെന്റോടുകൂടിയോ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിനെ മാറ്റി ഐ ആം എ ബാഡ് പേഴ്സൺ എന്ന് പറയുന്ന സെൽഫ് ടോക്ക് ആണ് ഉള്ളതെങ്കിൽ അതിനെ മാറ്റി പകരമായി ഐ ഡിഡ് സംതിങ് ബാഡ്, ഞാൻ എന്തോ മോശമായ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു ചീത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാര്യം അങ്ങനെ പറഞ്ഞാൽ ചെയ്തതൊരു കാര്യമാണ്, ആ ഒരു കർമ്മമാണ് നമ്മൾ ചെയ്തത്. ആ പെർട്ടിക്കുലർ കാര്യത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും, ആ കാര്യം പിന്നീട് ചെയ്യാണ്ടിരിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരു മോശക്കാരനാണ്, നമ്മളൊരു ബാഡ് പേഴ്സൺ ആണ് എന്നുള്ള സെൽഫ് ടോക്കിനെ മാറ്റിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരമായി ഐ ഡിഡ് സംതിങ് റോങ് അല്ലെങ്കിൽ ഐ ഡിഡ് സംതിങ് ബാഡ് എന്ന് മാറ്റി ചിന്തിക്കാൻ, മാറ്റി സെൽഫ് ടോക്ക് കൊടുക്കാൻ തയ്യാറാവുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിനെ കവർ ചെയ്യാനും നല്ല കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകാനും കഴിയും. മൂന്നാമതായി ചേഞ്ച് ചെയ്യേണ്ട സെൽഫ് ടോക്ക് ഇതാണ്, ഐ ആം എ ബാഡ് പേഴ്സൺ എടുത്ത് റീപ്ലേസ് ചെയ്യുക, പകരമായി ഐ ഡിഡ് സംതിങ് ബാഡ് എന്നുള്ളത് കൊണ്ടുവരിക. 4, ഐ കുഡ് നെവർ ഡു ഇറ്റ്. എനിക്ക് ഒരിക്കലും ആ കാര്യം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത്തരത്തിലുള്ളൊരു സെൽഫ് ടോക്ക് മനസ്സിൽ വരരുത്. ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത്, പ്രതിസന്ധി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് ഈ കാര്യം മുൻപോട്ട് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സെൽഫ് ടോക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വന്നാൽ എന്താ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, നിർത്തിക്കോ, നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, നിർത്തിക്കോ. അപ്പൊ ഈ സെൽഫ് ടോക്കിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ഇതിനെ റീപ്ലേസ് ചെയ്ത് പകരം കൊണ്ടുവരേണ്ട സെൽഫ് ടോക്ക് എന്താണ്,
ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ ഡിഫിക്കൽട്ടാണ്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ധാരാളം പ്രതിസന്ധികളാണ്, പക്ഷേ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ദിവസം അതെനിക്ക് പോസിബിൾ ആവും. ഇത്തരത്തിലുള്ള ഒരു സെൽഫ് ടോക്ക് ആണ് നമ്മൾ നിലവിലുള്ള എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സെൽഫ് ടോക്കിനെ മാറ്റി പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ബുദ്ധിമുട്ടാണ് പക്ഷേ സാധ്യമാണ്. എന്താണ്? ബുദ്ധിമുട്ടാണ് പക്ഷേ സാധ്യമാണ്. ഒന്ന് മലയാളത്തിൽ കമന്റായി ടൈപ്പ് ചെയ്യണം, ബുദ്ധിമുട്ടാണ് പക്ഷേ സാധ്യമാണ്. ഇത്തരത്തിലുള്ള സെൽഫ് ടോക്ക് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് പൊക്കൊണ്ടേയിരിക്കും. പല വ്യക്തികളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഞാൻ നിർത്തുന്നു, കാരണം എന്നെ കൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ. അത്തരത്തിലുള്ള ഒരു സെൽഫ് ടോക്ക് ഇതിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. പകരം നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്ത് അത് പോസിബിൾ ആക്കും. ഇത്തരത്തിലുള്ള ഒരു സെൽഫ് ടോക്ക് ആണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. 5. ഐ നെവർ ഗെറ്റ് എനിത്തിങ് റൈറ്റ്. എനിക്ക് ഒരിക്കലും നല്ലൊരു സാധനം കിട്ടാറില്ല, എനിക്ക് ഒരിക്കലും നല്ല കാര്യം സംഭവിക്കാറില്ല, എനിക്ക് എപ്പോഴും മോശമായ കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെൽഫ് ടോക്ക് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒന്നും ശരിയല്ല, എനിക്ക് കിട്ടുന്ന ഒക്കെ മോശമാണ്. ഈ സെൽഫ് ടോക്ക് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നതെങ്കിൽ അത് അപകടകരമാണ്. അതിനെ മാറ്റി കൃത്യമായ രീതിയിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അത് മനസ്സിലാക്കിയല്ല ഞാൻ എൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയാൽ, ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ മുൻപോട്ടുള്ള സെലക്ഷൻ പ്രോസസ്സുകൾ കറക്റ്റ് ചെയ്യാൻ അത് സഹായകരവും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ അത് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതൊന്നും ശരിയല്ല, കിട്ടുന്നതൊക്കെ മോശമാണെന്ന് ചിന്തിക്കാതെ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലാണ് കുഴപ്പമെന്നും ആ സെലക്ഷൻ പ്രോസസ്സാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതെന്നും തിരിച്ചറിയാൻ തയ്യാറാവുക. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്താ? എപ്പോഴൊക്കെയാണോ എനിക്ക് കിട്ടുന്നതെല്ലാം മോശമാണ് എന്ന് ചിന്തിക്കുന്നത് അപ്പോഴൊക്കെ ആ സെൽഫ് ടോക്കിനെ മാറ്റി പകരമായി എന്റെ സെലക്ഷൻ പ്രോസസ് കുറച്ചുകൂടി മികച്ചതാക്കണം എന്ന സെൽഫ് ടോക്ക് കൊടുക്കാനായി തയ്യാറാവുക. 6. ഐ ആം നോട്ട് ഗുഡ് എനഫ്. ഞാൻ വേണ്ടത്ര മികച്ച വ്യക്തിയല്ല, എന്നെ കൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ഞാനൊരു മോശക്കാരനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മേൽ പറഞ്ഞ പോലെ തന്നെ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള സെൽഫ് ടോക്ക് നടത്തുമ്പോഴും നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയാണ് അവിടെ ഇല്ലാതെയാവുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ഒരു ടോക്ക് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ പതിയെ പതിയെ നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയാവും. ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളത് മാറ്റി നമ്മുടെ സെൽഫ് വർത്തിനെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങണം. അതിനുവേണ്ടി ചെയ്യേണ്ട സെൽഫ് ടോക്ക് ഇതാണ്: ഐ ഹാവ് സെൽഫ് വർത്ത്. എനിക്ക് വേണ്ടത്ര മൂല്യമുണ്ട്, ഞാനൊരു മൂല്യമുള്ള വ്യക്തിത്വമാണ്. ഇത് പലപ്പോഴായി സെൽഫ് ടോക്ക് കൊടുക്കാൻ തയ്യാറാവുക. എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള സെൽഫ് ടോക്ക് വരുന്നത് അതിനെ റീപ്ലേസ് ചെയ്യുക. അതിന് പകരമായി പ്ലേസ് ചെയ്യേണ്ടത് ഐ ആം ഗുഡ് ഇനഫ് എന്നും ഐ ഹാവ് സെൽഫ് വർത്ത് എന്നുമാണ്. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു മൂല്യമുണ്ടെന്ന് നമുക്ക് വിശ്വാസം തോന്നുമ്പോൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള ഉത്സാഹം കൂടും, കാര്യങ്ങൾ ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ് കൂടും, കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം എടുക്കാനും നമ്മൾ തയ്യാറാവും. അവനവന്റെ സെൽഫ് വർത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായി തന്നെ മുൻപോട്ട് ചെയ്തു പോവുകയും ചെയ്യും. അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്. അത്തരത്തിലുള്ള ഒരു സെൽഫ് ടോക്ക് എത്രയും വേഗം റീപ്ലേസ് ചെയ്യുക. അതിന് പകരമായി ഐ ആം ഗുഡ് ഇനഫ് എന്നും ഐ ഹാവ് സെൽഫ് വർത്ത് എന്നും സെൽഫ് ടോക്ക് നടത്താനായി തയ്യാറാവുക. ഇപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങളും 6 സെൽഫ് ടോക്കുകളും ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് അവരുടെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണവും. ഈ സെൽഫ് ടോക്കുകളെ മാറ്റി, ഈ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കുകളെ മാറ്റി പകരമായി പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കുകളെ എത്രയും വേഗം പ്ലേസ് ചെയ്യാൻ തയ്യാറാവുക. ഇതല്ലാതെ മറ്റെന്തെങ്കിലും നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ നടത്തുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ അതെന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതിനുള്ള പരിഹാരവും നിങ്ങൾ തന്നെ നിർദ്ദേശിക്കാനായി റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ, അതിലെ ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.